ഒരു ശിശുവിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ജനനം അത് എല്ലാവരും വളരെ മഹാത്മ്യമേറിയ ഒരു കാര്യമായിട്ടാണ് അത് കാണുന്നത്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലെ ജനനം വളരെ പരിതാപകരമായിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവന് ജനിക്കുവാനായിട്ട് ഒരു സ്ഥലമില്ലായിരുന്നു. കേവലം ഒരു പുൽത്തൊഴുത്തിൽ ജനിക്കേണ്ടതായിരിക്കുന്ന ഒരു അവസ്ഥ വന്നു. കർത്താവിൻ്റെ ജനനത്തെ മനോഹരമായി വർണ്ണിക്കുന്ന ഒരു ഗാനം നമുക്ക് അടുത്തതായി ശ്രവിക്കാം. ജെ പി രാജൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ എന്നാരംഭിക്കുന്നു. കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, നാശപാത്രമായ ലോകമാകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീനരപതിയെ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ. ശിലയിൽ കിടന്ന യേശുദേവ, ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശിലയിൽ കിടന്ന യേശുദേവ, പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേൻ സിയോൻ മണവാളനെ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഇഷ്ടമാം കിടപ്പു കണ്ടു ഞാൻ നമിക്കുന്നേൻ സിയോൻ മണവാളനെ, ശ്രീനരപതിയെ സിയോൻ മണവാളനെ.
ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ചതാ. നമിക്കുന്നേൻ സിയോൻ മണവാളനേ. ഇക്കഠിന പാപിയുടെ അക്രമത്തിനുള്ള ശിക്ഷ നിഷ്കളങ്കം നീ വഹിച്ചതാ. നമിക്കുന്നേൻ സിയോൻ മണവാളനേ. ശ്രീനരപതിയേ സിയോൻ മണവാളനേ. നരപതിയേ സിയോൻ മണവാളനേ. നരപതിയേ സിയോൻ മണവാളനേ. താങ്ക് യു. ഞങ്ങളുടെ ബഥേൽ ബ്രദർ അസംബ്ലി വളരെ ചെറിയ ഒരു അസംബ്ലിയാണ്. എന്നാൽ കാലാകാലങ്ങളിലായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ താലന്തുകളുള്ള സഹോദരി സഹോദരന്മാരുണ്ട്. അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്രകാരത്തിൽ ഞങ്ങളുടെ ഒരു പ്രിയ സഹോദരി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയാണ്. സഹോദരി ഗോപിക മുരളീധരൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇംഗ്ലീഷ് ഗാനം ആലപിക്കുന്നതായിരിക്കും.
യു. ഈ ലോകത്തിൽ പലതരത്തിലുള്ള സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമായിരിക്കാം, മക്കൾക്ക് മാതാപിതാക്കൾക്കുള്ള സ്നേഹമായിരിക്കാം, നമുക്ക് നമ്മുടെ സ്നേഹിതന്മാരോട് ഉള്ള സ്നേഹമായിരിക്കാം. അങ്ങനെ പലതരത്തിൽ നമുക്ക് സ്നേഹം കാണുവാനായി സാധിക്കും. എന്നാൽ ഈ സ്നേഹമൊക്കെയും കുഴിമാടം വരെ, അതിൻ്റെ അതിര് കുഴിമാടം വരെയായിരിക്കും. അതിനപ്പുറത്തേക്ക് ആ സ്നേഹം നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. കുഴിമാടം കൊണ്ട് അവസാനിക്കുന്നതായിരിക്കുന്ന ഒരു സ്നേഹമാണ് ഈ ലോകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ച വിധം അത് നിത്യമായ സ്നേഹത്താലാണ് അവൻ നമ്മെ സ്നേഹിച്ചത്. ആ നിത്യസ്നേഹത്താൽ അവൻ നമ്മെ വീണ്ടെടുത്തു, അവൻ നമ്മെ അവൻ്റെ മക്കളാക്കി തീർത്തു. ആ വലിയ അവകാശത്തിന് ഓഹരിക്കാരാകുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും ഇടയായി തീർത്തു. അടുത്തതായിട്ട് നമുക്കൊരു ഗാനം ശ്രവിക്കാം. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു എന്നുള്ള ഗാനം ബ്രദർ JP രാജൻ നമുക്കായി ആലപിക്കുന്നു. എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെന്ന് ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങിൽ ചേർന്നെന്ന് ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. എന്നെ രക്ഷിച്ചു, നിത്യരക്ഷയാ എന്നെ രക്ഷിച്ചു. ഏകരക്ഷകൻ യേശുവിനാ, ലോകരക്ഷകൻ യേശുവിനാ. നിഹിതം ചെയ്യുവാൻ അങ്ങേ പോലാകാൻ
സ്നേഹത്തേരതിൽ വന്നിടുമേ. യേശുരാജന വന്നിടുമേ. ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ, ആരാധിച്ചിടും കുമ്പിട്ടിടും ഞാൻ സ്വർഗനാടതിൽ യേശുവിനെ. സത്യദൈവം യേശുവിനെ. നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു. അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ അമ്മയേകിടും സ്നേഹത്തേക്കാൾ ലോകം നൽകിടും സ്നേഹത്തേക്കാൾ. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെയധികം ആകുലത്തിൻ്റെയും മാനസികമായിരിക്കുന്ന സമ്മർദ്ദത്തിൻ്റെയും മധ്യത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഗൾഫിൽ ജീവിക്കുന്ന നമുക്ക് ഈ കാര്യങ്ങൾ ആർക്കും അപരിചിതമല്ല. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമുക്ക് നാളെയെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. അവൻ വാഴുന്നു, നമുക്ക് വേണ്ടി അവൻ വാഴുന്നുകൊണ്ട് നാളെയെക്കുറിച്ച് നാം ഭാരപ്പെടേണ്ടതായിരിക്കുന്ന ആവശ്യങ്ങളില്ല. ഈ അർത്ഥം വരുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഗാനം ബഥേൽ അസംബ്ലിയിലെ ഞങ്ങളുടെ പ്രിയ സഹോദരൻ സിജിയും സഹോദരി ജോസലിനും ചേർന്ന് ആലപിക്കുന്നു.